ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. 2025 ഇന്നത്തെ ദിനം നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 71ാമത് നാഷണൽ അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2023 ചിത്രങ്ങൾക്കുള്ള നാഷണൽ അവാർഡാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിൽ വിന്നേഴ്സ് ആയിരിക്കുന്ന ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ നടീനടന്മാർക്കും ടെക്നീഷ്യൻസ്മാർക്കും അഭിനന്ദനങ്ങൾ ഗ്രേറ്റ് മീഡിയാസിൻ്റെ വക നമ്മൾ പറയുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, മികച്ച നടനായി എത്തിയിരിക്കുന്ന രണ്ട് പേരാണ്. ഷാരൂഖ് ഖാനും വിക്രാന്ത് മെസ്സിയുമാണ്. ജവാൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഷാരൂഖ് ഖാന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വിക്രാന്ത് മെസ്സിക്ക് 12th ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇതിനിടയിൽ ഓർമ്മിപ്പിക്കുന്നു, ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മികച്ച നടിയായി എത്തിയിരിക്കുന്നത് റാണി മുഖർജിയാണ്. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന സിനിമയുടെ പേരായിട്ട്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സായിട്ട് മലയാളം തൂത്തുവരുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. വിജയരാഘവൻ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനാകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു മാറ്റം കാണുകയാണ്. വേറെ ഒന്നുമല്ല, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്സായി എത്തിയിരിക്കുന്നത് ഉർവശിയാണ്. ഉർവശി ശരിക്കും സപ്പോർട്ടിംഗ് ആക്ട്രസ് അല്ല, മികച്ച നടി തന്നെയാണ്. ഒരുപക്ഷെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ആക്കിയത് കൊണ്ടായിരിക്കാം മികച്ച നടിയിൽ നിന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. അല്ലെങ്കിൽ തീർച്ചയായും ഉർവശിയുടെ പ്രകടനത്തിന് മുകളിലേക്ക് ഒരു പ്രകടനവും കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായും നമുക്ക് അറിയാവുന്നതാണ്. ബെസ്റ്റ് ഫീച്ചർ ഫിലിമായി എത്തിയിരിക്കുന്നത് 12th ഫെയിലാണ്. മലയാളത്തിന് വീണ്ടും സന്തോഷിക്കാവുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. മികച്ച മലയാള സിനിമയായി വന്നിരിക്കുന്നത് ഉള്ളൊഴുക്ക് തന്നെയാണ്. അതുകൂടാതെ 2018 എന്ന ചിത്രത്തിന് അവാർഡ് ലഭിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ എന്നുള്ള ലെവലിലാണ്. ഇനിയും ഇക്കുറി ഈ ഒരു നാഷണൽ അവാർഡിൽ മുത്തമിടാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജ് വരെയും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. മികച്ച പ്രകടനം തന്നെയാണ് ഇവർക്കുണ്ടായിരുന്നത്. അമ്മാതിരി കൊടൂരമായിട്ടുള്ള പെർഫോമൻസിലൂടെ തന്നെയാണ് ഇവർ 3 പേരും ഉണ്ടായിരുന്നത്. അതിൽ ഏറെ മുന്നിൽ നിന്നതായി നമുക്ക് ഏവർക്കും അറിയാവുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. പിന്നീട് മമ്മൂട്ടി തൊട്ട് അടുത്തുള്ള പൊസിഷനിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാതൽ തക്കൂറും അതേപോലെ ആടുജീവിതവും അത്രത്തോളം ഗംഭീരമായിരുന്നു. പക്ഷേ ഇക്കുറി നാഷണൽ അവാർഡ് നൽകിയിരിക്കുന്നത് ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാൻ്റെ ജവാൻ എന്ന ചിത്രത്തിന് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്, അതിന് നാഷണൽ അവാർഡിനുള്ള എലിമെൻ്റ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഇത് നടന്മാരെ ഒന്നും നമ്മളതിനകത്തിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. അവരുടെ അഭിനയത്തിന് ജൂറി മെമ്പേഴ്സ് നൽകുന്നതാണ്, അല്ലാതെ ജനങ്ങൾ നൽകുന്നതല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ജനങ്ങൾ കാത്തുവച്ചിരിക്കുന്ന അവാർഡ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ അത് പൃഥ്വിരാജിനും മമ്മൂട്ടിക്കും ഒപ്പം തന്നെയാണ്. എല്ലാ വർഷങ്ങളിലും നമ്മൾ കാണുന്ന അതേ പ്രതിഭാസം, ഒരു സൈഡിൽ മമ്മൂട്ടി എന്ന വൻമതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ആ മതിൽ കാണാതെ അവാർഡുകൾ കൊടുക്കുന്നു. ആ അവാർഡുകൾ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഏരിയയിലേക്ക് പോലും പരിഗണിക്കാതെയാണ് എന്നും നമുക്കറിയാം. എന്തിന്, ഈ പറഞ്ഞ ജവാൻ എന്ന ചിത്രത്തിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ച ഏതെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ ഒരു ചിത്രം എടുത്താലോ അല്ലെങ്കിൽ അഭിനയത്തിന് അത്ര ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ വലിയ രസകരമായി നമുക്ക് തന്നെ തോന്നാത്ത സിനിമകൾ എടുത്തു വെച്ചാൽ പോലും അതിന് പോലും ലഭിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇത് മമ്മൂട്ടി ഷാരൂഖ് ഖാൻ കമ്പയർ ചെയ്തുകൊണ്ട്, ഇനിയിപ്പോൾ മമ്മൂട്ടിയല്ല വേറെ ഏത്, ഇനിയിപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടിന് വേണമെങ്കിലും നാഷണൽ അവാർഡ് കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു അവാർഡ് ദാനത്തിൽ നമുക്ക് കാണുന്ന ഒരു കാര്യം, അത്രത്തോളം ആ രീതിയിലാണ് ഇന്ന് അവാർഡ് തരം താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനങ്ങൾ ഏറെ ഇതിനെ അവഗണിക്കുകയാണ്. അതായത് മലയാളികൾ പ്രത്യേകിച്ച് ഈ ഒരു നാഷണൽ അവാർഡിനെ ഏറെ കാലുകൊണ്ട് അല്ലെങ്കിൽ പിൻകാലുകൊണ്ട് അടിച്ച് തെറിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് ആർക്കും അതിനകത്തിൽ വലിയ താല്പര്യമില്ല. കാരണം അർഹിക്കുന്ന അവാർഡുകൾ നൽകാതെ ഒരു പ്രഹസനമായി അവാർഡുകൾ പോകുമ്പോൾ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ വിജയിച്ച ഓരോരുത്തർക്കും വീണ്ടും നമ്മൾ അഭിനന്ദനം നേടുകയാണ്. ഒപ്പം ഇനി വരാൻ പോകുന്നത് സംസ്ഥാന അവാർഡാണ്. അതുമാത്രമല്ല, മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് നമ്മളേവരും ഉറ്റുനോക്കുന്നതുമാണ്. ഭ്രമയുഗം എന്ന സിനിമ ഒറ്റയൊരെണ്ണം മതി ഇന്ത്യൻ സിനിമയിലെ ഏത് സിനിമയും 2024 കാലഘട്ടത്തിൽ വെല്ലുവിളിക്കാൻ ഉള്ള കെൽപ്പുള്ള അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോലും എത്താത്ത ചിത്രങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മിച്ചോളുക, മമ്മൂട്ടി ആരാധകരും മലയാളികൾക്കുമുള്ള മറുപടി മമ്മൂട്ടിയാണോ അവാർഡ് കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് ഏറെ കാലങ്ങളായി അറിയാം. നൻപകൽ പോലെയുള്ള സിനിമകൾ അതിനും മുകളിൽ മികച്ചു നിന്നിരുന്ന ചിത്രങ്ങളുണ്ടായിട്ട് പോലും കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണേലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇവിടെ ജനങ്ങൾ മമ്മൂട്ടിക്കും പൃഥ്വിരാജിനുമൊപ്പം അണിനിരക്കുന്നു. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദേശീയ അവാർഡ് കൊടുക്കുന്നു മമ്മൂട്ടിക്കും അതുപോലെ തന്നെ പൃഥ്വിരാജിനും. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.